എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ആഗോള ഇന്റർനെറ്റ് പദ്ധതിയായ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഇന്ത്യയിലേക്കും എത്തുന്നതിന്റെ ആവേശത്തിലാണ് ആളുകൾ. എന്നാൽ സ്റ്റാർലിങ്കിന് രാജ്യത്ത് പരമാവധി 20 ലക്ഷം കണക്ഷനുകൾ മാത്രമേ നൽകാനാവൂ. കേന്ദ്ര വാർത്താവിനിമയ സഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മസാനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. BSNLനെയും രാജ്യത്തെ മറ്റ് ടെലികോം കമ്പനികളെയും സ്റ്റാർലിങ്കിന്റെ വരവ് പ്രതികൂലമായി ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. BSNLന്റെ അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റാർലിങ്കിന് പരമാവധി 20 ലക്ഷം ഉപഭോക്താക്കൾക്ക് മാത്രമേ സേവനം നൽകാൻ കഴിയൂ. അതും 200 Mbps വേഗതയിൽ മാത്രം. അതിനാൽ മറ്റ് ടെലികോം സേവനങ്ങൾക്ക് ഇതൊരു ഭീഷണിയാവില്ല, അദ്ദേഹം വ്യക്തമാക്കി. BSNLന്റെ 4G സേവനങ്ങൾ പൂർണ്ണമായും റോൾ ഔട്ട് ചെയ്തതായും നിലവിൽ താരിഫ് വർദ്ധിപ്പിക്കാനുള്ള ആലോചനയില്ലെന്നും മന്ത്രി അറിയിച്ചു. 4G സേവനങ്ങൾ വ്യാപകമാക്കിയതിന്റെ ഫലമായി ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ BSNLന്റെ വരുമാനം 20 മുതൽ 30% വരെ വർദ്ധിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. BSNLന് വലിയ സാന്നിധ്യമുള്ള ഗ്രാമപ്രദേശങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലുമായിരിക്കും സ്റ്റാർലിങ്ക് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുക എന്നതാണ് വിലയിരുത്തൽ. സ്റ്റാർലിങ്ക് ലക്ഷ്യമിടുന്നത് ഗ്രാമീണ മേഖലയാണെന്ന് പറയുമ്പോഴും താരതമ്യേന ഉയർന്ന നിരക്കായതിനാൽ അത്ര വേഗം വിപണിയിൽ സജീവമാവുക ബുദ്ധിമുട്ടായിരിക്കും. ഇന്റർനെറ്റ് വേഗതയിലും കണക്ഷനുകളിലും സർക്കാർ നിയന്ത്രണവും വരുന്നതോടെ രാജ്യത്തെ മറ്റ് ടെലികോം കമ്പനികൾക്ക് ആശ്വസിക്കാം. അതേസമയം രാജ്യത്തെ പ്രമുഖ ടെലികോം കമ്പനികളായ എയർടെലും ജിയോയും സ്റ്റാർലിങ്കുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. കരാർ അനുസരിച്ച് ജിയോയും എയർടെലും അവരുടെ റീറ്റെയിൽ സ്റ്റോറുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം ഇൻസ്റ്റലേഷൻ പിന്തുണയും നൽകും. ഇതോടെ രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പാക്കുന്നതിന് ജിയോയുടെയും എയർടെലിന്റെയും വിപുലമായ മൊബൈൽ നെറ്റ്വർക്കിലൂടെയും സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹ സാങ്കേതികവിദ്യയിലൂടെയും സാധ്യമാകും.